100 സീറ്റ് എന്നൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് പറയുന്നത് മനസ്സിലാക്കാം. അത് ഈ 400 പാർ ഫോർമാറ്റിൽ പ്രവർത്തകർക്ക് ആവേശം പകരാനും ജയിക്കാൻ പോകുന്ന മുന്നണി എന്ന ഫീൽ ഉണ്ടാക്കാനുമാണെന്നൊക്കെ പറയാം. പക്ഷേ വോട്ട് പെട്ടിയിലായിട്ട് 100 സീറ്റ് എന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ആവർത്തിക്കുകയാണ് വി ഡി സതീശൻ. അപ്പോൾ അധികാരത്തിലേക്കെന്ന് ഉറച്ച കോൺഫിഡൻസിലാണ് കേട്ടോ ആര് മുഖ്യമന്ത്രി എന്ന കോൺഗ്രസ് ചർച്ചകൾ. ശ്രീ ജയരാജ്, ഈ കോൺഫിഡൻസിനും അഹങ്കാരവും തമ്മിൽ ഒരു ചെറിയ ലൈൻ മാത്രമേ ഉള്ളൂ ലക്ഷ്മി. അതിന്റെ വരമ്പുകൾ ലംഘിക്കുമ്പോഴാണ് എല്ലാം പിടിച്ചടക്കി എന്നൊരു ഭാവം ഉണ്ടാകുന്നതും ഇത്തരം സ്ഥലജല വിഭ്രാന്തി ഉണ്ടായിട്ട് പ്രസ്താവനകൾ നടത്തുന്നതും. ഇവർ തമ്മിലുള്ള ഈ വെടിയുതിർക്കൽ, ഈ നേതാക്കന്മാർ തമ്മിലുള്ള വെടിയുതിർക്കൽ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇതെല്ലാം അണ്ടർ ദ കാർപ്പറ്റ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. മീഡിയാസ് ഉൾപ്പെടെ തന്നെ അതിനെയൊക്കെ അണ്ടർ ദ കാർപ്പറ്റായി എല്ലാം പറഞ്ഞ് മറ്റേ ജനാർദ്ദനൻ പറയുന്ന കണക്കോലെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി എന്നൊരു സിനിമയിൽ മാന്നാർ മത്തായിൽ പറയുന്ന പോലെ എല്ലാം പറഞ്ഞ് ഇതാക്കി എന്ന് പറയുകയും ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ടീം UDF എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നിട്ട് വീണ്ടും ഇതേ പണി തന്നെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്. എത്ര ഇവർ അണ്ടർ ദ കാർപ്പറ്റ് വെച്ചിരുന്നാലും ഇതൊക്കെ പുറത്തു വരും. കാരണം ഈ സുധാകരൻ ഇവിടെ മത്സരിക്കാൻ വന്നത് സുധാകരന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. സുധാകരൻ ഇവിടെ വന്നത് സുധാകരനെ പോലുള്ള നേതാക്കന്മാരെയൊക്കെ തഴയപ്പെട്ടതിലുള്ള, മുരളീധരനെ പോലെയുള്ള നേതാക്കന്മാരെയൊക്കെ തഴയപ്പെട്ടതിലുള്ള ദേഷ്യത്തിന്റെ പുറത്താണ്. അല്ലാതെ മുഖ്യമന്ത്രി ആവാനൊന്നും അല്ല സുധാകരൻ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ പിന്നീട് ഇവർ തമ്മിൽ നടത്തുന്ന പരസ്യ പ്രസ്ഥാനങ്ങൾ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലം തൊട്ടേ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ കാലം തൊട്ടേ അവർ ഈ മാധ്യമങ്ങള് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടാർണിഷ് ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങി. വി ഡി സതീശനെ ഉൾപ്പെടെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് വരെ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നിട്ടുള്ള ഒരവസ്ഥ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പം അവർ ചെയ്യുന്ന ഫലം അവർ തന്നെ അനുഭവിക്കും എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരവസ്ഥയാണ് കോൺഗ്രസ് ഇപ്പോൾ. പിന്നെ ഹൈക്കമാൻഡിന്റെ താല്പര്യം എന്താണ്? ഹൈക്കമാൻഡിന് എപ്പോഴും ഒരു നേതാവ് വേണമെന്ന് ഒരു താല്പര്യമില്ല. ഹൈക്കമാൻഡിന് എപ്പോഴും 2-3 നേതാക്കന്മാർ വേണം, എന്നാലല്ലേ ഹൈക്കമാൻഡിന് ഇടപെടാൻ പറ്റൂ. ഇപ്പൊ കർണാടകയിലെ കേസ് തന്നെ എടുത്താൽ അവിടെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ആരായിരുന്നു അവിടെ മുഖ്യമന്ത്രി ആയത്? സിദ്ധരാമയ്യ. നമ്മൾ DK ശിവകുമാർ ആവുമെന്ന് കരുതി DK ശിവകുമാറും സിദ്ധാരാമയ്യയും തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും റോളുള്ളൂ. പക്ഷെ ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ്. അല്ല ശരി, ഞാൻ ചോദിക്കുന്നത് ഇവിടെ CPM ആ ചോദ്യം ഉദിക്കുന്നില്ല. കാര്യം ജയിച്ചാൽ പിണറായി വിജയൻ തന്നെ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അവിടെ KK ശൈലജ ആവുമെന്ന് എന്ന് ചോദ്യം പോലും ഇല്ല എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഒരു പാർട്ടിക്ക് മുഖ്യമന്ത്രി ആവാൻ യോഗ്യരായ ഒന്നിലധികം നേതാക്കൾ ഉണ്ടാവുന്നത് അയോഗ്യതയാവുന്നത് എങ്ങനെയാണ് ശ്രീ ജയരാജ്? അല്ല, അത് അയോഗ്യതയെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണ് അവർക്ക് താല്പര്യം, അവരുടെ താല്പര്യം. എന്നാലല്ലേ ഹൈക്കമാൻഡിന് റോളുള്ളൂ, ഇവർക്ക് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഗെഹ്ലോട്ടും പിന്നെ സച്ചിൻ പൈലറ്റും ഇല്ലെങ്കിൽ എങ്ങനെയാണ് രാജസ്ഥാനിന് റോൾ ഉണ്ടാവുന്നത്? ഹരിയാന എങ്ങനെയാണ് ഇവർ കൊണ്ട് കളഞ്ഞത്? ബീഹാർ എങ്ങനെയാണ് കൊണ്ട് കളഞ്ഞത്? അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കാലക്രമേണ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാർട്ടി, ആ വലിയ പാർട്ടിയുടെ ചില നടപടിക്രമങ്ങൾ, നടപടി ദൂഷ്യങ്ങൾ, അതൊക്കെ കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അത് ഡെമോക്രസി എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് യാതൊരു ഡെമോക്രസിയും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഏറ്റവും വലിയ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യ ലംഘനം നടക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഇതാണ്. പിന്നെ ഇനി അഥവാ ഹൈപ്പോത്തറ്റിക്കലി ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഓരോരുത്തരും ഓരോ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരെ ഡിവൈഡ് ചെയ്തു പോകും. അതിനുശേഷം ലീഗിന്റെ വഴിക്ക് പോകും. ഇത് ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണെന്നേ. ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലേക്കെന്ന സിനേറിയോയുടെ പുറത്താണ്. താങ്കളൊന്ന് അംഗീകരിക്കണം. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒന്നും സത്യത്തിൽ ആവശ്യമില്ല. ശരിക്കും ഇടതുപക്ഷ ജനാധിപത്യം, എന്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അധികാരത്തിൽ വരും. കഴിഞ്ഞ അത്രയും ഭൂരിപക്ഷം ഉണ്ടാകത്തില്ല. നമ്മൾ അത്ര വലിയ സെഫോളജിസ്റ്റ് ഒന്നും അല്ല, ഈ പറഞ്ഞ കണക്കോലെ വലിയ ത്രികാല ജ്ഞാനിയൊന്നും അല്ല. എന്നാലും ഒരു കുറെ തെരഞ്ഞെടുപ്പുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇടതുപക്ഷം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഇൻകംബൻസി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഒരു നേതാവിനെ വെറുപ്പിക്കുന്ന രീതിയിൽ നേതാവിനെ എതിർത്തുകൊണ്ടിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവന്നു, അത് പൊളിഞ്ഞു വീണു. പിന്നെ കനകോലുവിനെ കൊണ്ടുവന്നു, കനകോലുവിന്റെ പല പല തന്ത്രങ്ങൾ, പിന്നെ പല പല റിഫ്റ്റുകൾ, പിന്നെ ആരോഗ്യ മേഖലയിൽ ഇടപെട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ ഫണ്ട് മേടിച്ചിട്ട് പിന്നെ ആരോഗ്യമേഖലയെ പൂട്ടിക്കെട്ടാനുള്ള ശ്രമം, വീണ ജോർജിനെതിരെ ഒറ്റപ്പെട്ട സമരങ്ങൾ നമ്മൾ കുറെ കണ്ടു. അതിനുശേഷം KSRTC പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ സൗജന്യ യാത്ര പറഞ്ഞിട്ട് അത് പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി ഇവരെല്ലാം പ്രൈവറ്റൈസ് ചെയ്യാണ്. അതിപ്പോ ജനം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല, തീരുമാനിക്കട്ടെ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.